നമ്മുടെ ജീവിത രീതികളിൽ എത്രയേറെ വ്യത്യാസങ്ങൾ വന്നെന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. എന്നും അന്നും ഇന്നും കുട്ടികളെ കുറ്റം പറയുന്ന രീതി അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇന്നിപ്പം സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും കൂടുതൽ എക്സ്പോഷറും കാര്യങ്ങളും വന്നിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായി. എല്ലാവരും അറിയുന്നു എന്നല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പണ്ട് ഫിസിക്കലിയാണ് കൂടുതൽ ടോർച്ചറിങ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മെൻ്റലി ആയി മാറിയിരിക്കുകയാണ്. ഫിസിക്കലി അന്ന് കുട്ടികൾക്ക് കിട്ടിയാൽ ഇപ്പോൾ 2 അടി കിട്ടിക്കഴിഞ്ഞാൽ അത് മറക്കും. പക്ഷേ ഒരു വാക്കിൻ്റെ പെട്ടെന്ന് മറക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഫിസിക്കലി അവർക്ക് 2-3 അടി കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ കൂട്ടുകുടുംബം അല്ലെങ്കിൽ അന്നത്തെ മുത്തശ്ശൻ മുത്തശ്ശി അല്ലെങ്കിൽ കൂട്ടുകാർ ഇഷ്ടംപടിയുണ്ട് അവർക്ക് കളിക്കാനായിട്ട്. അവർ ഒരടിയോ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്നോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് പോയി എക്സൈൽ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് സ്പേസും ഒരുപാട് ടൈമും കിട്ടും. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കുട്ടികളാണ്. അവർ നമ്മൾ കൂട്ടിലിട്ട് എല്ലാം കൊടുത്ത് വളർത്തുന്ന ഒരു ഇത് നമ്മൾ കേട്ടിട്ടില്ലേ? അവരും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും കൊടുക്കും. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ അവരെ ഫീഡ് ചെയ്തും ഒരു സമയവും ഇല്ലാതെ അവർക്കൊരു ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ വില എന്തെന്നറിയാതെ അവരെ ആദ്യം വളർത്തിയിട്ട് പിന്നെ നമ്മൾ കണക്ക് പറയുകയാണ്. നമുക്ക് എന്നും ഈ കണക്ക് പറയാനേ നേരമുള്ളൂ. അന്ന് പണ്ട് നമുക്ക് കിട്ടാത്ത ഇന്ന് പിള്ളേർക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടികളിലെല്ലാം ഒരു മിനിറ്റ് സമയമില്ലാതെ അവർക്ക് ക്ലാസ്സുകളിലും കാര്യങ്ങളിലും ഒക്കെ കൊണ്ട് ചേർത്തിട്ട് ഇന്ന് ഇതിനെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വയ്യാത്ത എന്നുള്ള രീതിയിൽ ആ കുട്ടികളെ ഇട്ട് ഇങ്ങനെ മെൻ്റലി പ്രഷറാക്കുകയാണ്. എന്നാൽ അവർക്കതൊന്ന് എക്സൈൽ ചെയ്യാനൊരു അവസരം കിട്ടുന്നുണ്ടോ? സ്കൂളിൽ അവസരം കിട്ടുന്നില്ല, പുറത്ത് അവസരം കിട്ടുന്നില്ല. ഇതെല്ലാം ഈ ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. നമ്മൾക്കതിന് ഒട്ടും നേരമില്ല. നമ്മൾ അതിനേക്കാൾ വലിയ ബിസി ആയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരിൽ എങ്ങനെ പുറത്തുനിന്നുള്ളത് അകത്തുനിന്നുള്ളത് പുറത്തും ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെറുതെ കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊന്നുകൊണ്ടിരുന്നിട്ട് കുട്ടികൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കറക്ഷൻ എപ്പോഴും വരുത്തേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അത് ആദ്യം വരുത്തിയതിന് ശേഷം കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡവും അതുപോലെ തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആകേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻറ്റിങ് നടത്തുമ്പോൾ ഒരു കുട്ടികളും വഴിതെറ്റി പോകത്തില്ല.